ഇന്നലെ ന്യൂയോർക്ക് ടൈംസിൽ വന്നൊരു വാർത്തയാണ്. അതിന് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ന്യൂയോർക്ക് ടൈംസ് അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയായിരിക്കും ബാൽക്കൻ രാജ്യങ്ങൾ. ഈ ബാൽക്കൻ രാജ്യം എന്ന് പറയാനുള്ള കാരണം ഈ ബാൽക്കൻ എന്ന് പറയുന്ന വേർഡ് കോയിൻ ചെയ്തിരിക്കുന്നത് ടർക്കിഷ് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. അതായത് ബാൽക്കൻ മൗണ്ടെയ്ൻസ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളെയാണ് ബാൽക്കൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് സെർബിയ, പഴയ യൂഗോസ്ലോവിയ, കൊസോവോ, അങ്ങനെ പല രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പല കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഏറ്റവും കൂടുതലുള്ള അൽബേനിയ എന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂയോർക്ക് ടൈംസിൽ വന്ന വാർത്ത എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കേണ്ട സംഭവമാണ്. കാരണം 1990 ഈ യൂഗോസ്ലോവിയ പല രാജ്യങ്ങളായിട്ടങ്ങ് മാറി. സെർബിയ, കൊസോവോ, അങ്ങനെ ചില രാജ്യങ്ങളായിട്ടങ്ങ് മാറി. പക്ഷേ ഇവർ നേരത്തെ പ്രശ്നമുണ്ട്. അപ്പോൾ കൊസോവോയിൽ ഏകദേശം 16 ലക്ഷത്തോളം കൊസോവോക്കാർ, അതിനകത്ത് 90% സുന്നി മുസ്ലിംസാണ്. അപ്പോൾ ഈ സുന്നി മുസ്ലിംസ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ടർക്കിയിലുള്ള രീതിയിലുള്ള മോഡറേറ്റ് സുന്നി മുസ്ലിംസാണ് കൊസോവോയിൽ ഇപ്പോഴുള്ളത്, നേരത്തെ വന്നത്. കാരണം നിങ്ങൾക്കറിയാം, ടർക്കി ഒരു മോഡറേറ്റ് ഇസ്ലാമിക രാജ്യമാണ് യൂറോപ്പിലുള്ള. അപ്പം ആ രീതിയിൽ ഒട്ടോമൻ എംപയർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പറയുന്ന കൊസോവോയിൽ അവിടെയുള്ള ക്രിസ്ത്യാനികളെ അവരെ സുന്നികളായിട്ട് ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് ചെയ്തു എന്നുള്ളതാണ് ഹിസ്റ്ററിയിൽ പറയുന്നത്. അങ്ങനെയാണ് അത് സുന്നി മുസ്ലിങ്ങളാകുന്നത്. ഇപ്പുറത്താണെങ്കിൽ അപ്പം ഇതിൽ 90% കൊസോവോയിൽ സുന്നി മുസ്ലിംസും 2.5% കാത്തലിക്സും ബാക്കിയുള്ള 1.5% ഈ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ്, അർമേനിയൻ ക്രിസ്ത്യൻ, ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ്, കോപ്റ്റിക് ക്രിസ്ത്യൻസ്, അവരാണ് അവിടെ ഉള്ളത്. അപ്പം അപ്പുറത്തുള്ള സെർബിയ ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കാത്തലിക്സും ഈ പറയുന്ന ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരുമാണ്. അപ്പം ഈ സെർബിയയും ഇതിന് നേരത്തെ പോലെ പ്രശ്നമുണ്ട് കൊസോവോ ആയിട്ട്. പക്ഷേ ഇതിന് ഡിവിഷൻ കഴിഞ്ഞപ്പോൾ 1990-കളിൽ ഈ സെർബിയയും കൊസോവോയും തന്നെ അടിയായി, ഭയങ്കര അടിയായി. ഡിസ്പ്യൂട്ടും അതും ഇതും പ്രശ്നം. സെർബിയ ഒരു കാരണവശാലും കൊസോവോയെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കരുതുന്നില്ല. അവർ പറയുന്നത് അവരുടെ പാർട്ടാണ്. അതിന് നിങ്ങൾക്ക് അറിയാതെ പേരിൽ മിലോസോവിക് അവിടെ ബോംബിങ് നടത്തുന്നു, പട്ടാളത്തിൽ ഉപയോഗിച്ച് ആൾക്കാരെ കൊല്ലുന്നു. ഏകദേശം 13,000 പേരാണ് ആ കോൺഫ്ലിക്റ്റിലാകെ കൊല്ലപ്പെടുന്നത്. പിന്നീട് സഹിക്കാൻ വയ്യ, കാരണം മിലോസോവിക് വളരെ ക്രൂരനായ ഭരണാധികാരിയായിരുന്നു സെർബിയൻ. പിന്നീട് നാറ്റോ ഇടപെടുന്നു, ഈ പറയുന്ന സെർബിയയിലുള്ള പട്ടാളക്കാർക്കെതിരെ ബോംബ് ചെയ്യുന്നു. അപ്പോഴാണിത് ശാന്തമാകുന്നത്, ഈ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങുന്നത്. അങ്ങനെ 2004 കൊസോവോ ഒരു സെപ്പറേറ്റ് രാജ്യമായി തീരുന്നു. ഇതാണ് അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. പക്ഷെ സെർബിയയും റഷ്യയും അതേപോലെ ചൈനയും കൊസോവോയെ അംഗീകരിക്കുന്നില്ല ഒരു രാജ്യമായിട്ട്. ഇപ്പോഴും അവർ പറയുന്നത് അത് സെർബിയയുടെ ഭാഗമാണ്. ഇപ്പോഴുണ്ടായ മാറ്റം എന്ന് പറയുന്നത് അതിപ്പം ഇവർ ഇതേപോലെ 1990 ശേഷം, അതായത് 1990 ശേഷം ഇവിടെ അടിയുണ്ടായ ശേഷം അവിടെയുള്ള സുന്നി മുസ്ലിങ്ങൾ ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന ഓർത്തഡോക്സും കാത്തലിക് ക്രിസ്ത്യൻസിനെ ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് ചെയ്ത് അവരെ ഇസ്ലാമാക്കി, സുന്നി ഇസ്ലാമാക്കി. അപ്പം അതിനുശേഷം പിന്നീട് അവിടെ സമാധാനമൊക്കെ ഉണ്ടായി, പ്രശ്നങ്ങളൊക്കെ മാറിയ ശേഷം ഇവർക്ക് ഷെങ്കൻ, അതായത് ആ യൂറോപ്യൻ യൂണിയനിൽ ചേരണം. ഇതാണ് ഇവരുടെ ആവശ്യം. ഇപ്പം സെർബിയ ഓൾറെഡി അത് കൊടുത്തിട്ടുണ്ട്, അവരുടെ കാൻഡിഡേറ്റ് അംഗീകരിക്കാൻ പോവുകയാണ്. പക്ഷെ കൊസോവോയ്ക്ക് 2024 ജാനുവരി 1 അവിടെ ഉള്ളവർക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ വിസ ഇല്ലാതെ അവിടെ പോകാൻ 90 ദിവസത്തേക്ക് വിസിറ്റായിട്ട്. ഇപ്പം ഇപ്പോഴത്തെ പ്രധാന ഇഷ്യൂ എന്ന് പറയുന്ന പ്രധാനമായിട്ട് സംഭവം കൊസോവോയ്ക്ക് യൂറോപ്യൻ യൂണിയനിൽ ചേർന്ന് യൂറോപ്പ് പോലെ അവരുടെ രീതിയിൽ അവർക്ക് ജീവിക്കണം. ഇതാണ് അവരുടെ ആദ്യത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ 2004 ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ മാറി. അവിടെ ഉണ്ടായ ഏറ്റവും വലിയ സംഭവം, കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ സംഭവം, അവിടെ 55% മുകളിലുള്ള സുന്നി മുസ്ലിംസ് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അവർ പറയുന്നത് അവർക്കൊരു കാരണവശാലും ഈ പറയുന്ന സുന്നി ഇസ്ലാമുമായിട്ട് യോജിച്ച് പോകാൻ അവിടെ സുന്നി ഇസ്ലാമിന് തയ്യാറല്ലെന്ന്. ഇത് ആ റിപ്പോർട്ടിൽ പറയുന്നതാണ്.
കാരണം അതിൻ്റെ ഒത്തിരി റീസൺസ് പറയുന്നുണ്ട്. അവർക്ക് ലോകവും മോഡറേറ്റ് ലോകവുമായിട്ടും പുതിയ ലോകവുമായിട്ട് ഒത്തുപോകണം. അതായത് ഇസ്ലാമിക ലോകവുമായിട്ട് ഇവർക്ക് പോകാൻ താല്പര്യമില്ല. അപ്പം കേരളത്തിലുള്ളവരും ഈ പറയുന്ന ഈ സുഡാപ്പികളൊക്കെ മനസ്സിലാക്കേണ്ട സംഭവമാണ് ലോകം എത്രമാത്രമാണ് ചേഞ്ച് ആകുന്നത്. അതായത് ഇവിടൊക്കെ ഇസ്ലാം വരുന്നതിന് മുമ്പ്, ഇവിടെ എംബ്രേസ് ഇത് ആകുന്നതിന് മുമ്പ്, ഇവിടെ നേരത്തെ ഇസ്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ വളരെ മുമ്പ്, അതായത് ഒട്ടുമാൻ എംപയറിൻ്റെ സമയത്തുണ്ടായ ഇസ്ലാമിലുള്ള ആൾക്കാരാണ് പറയുന്നത്. അവർക്ക് ഇപ്പോൾ പോകുന്ന ഇസ്ലാമിനോട് താല്പര്യമില്ല. അവർക്ക് പൂർണ്ണമായിട്ട് ക്രൈസ്തവരാകണം, പ്രത്യേകിച്ച് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ. ഉറപ്പായിട്ടും അവിടെ ഇവാഞ്ചലിക്കൽ പെൻറ്റക്കോസ്റ്റ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ സംഭവത്തിന് തുടക്കം കുറിച്ചത് 2004 ശേഷം അമേരിക്കൻ മിഷണറീസാണ്. അവരാണ് അവിടെ ചർച്ച് വർക്കൗട്ട് ചെയ്ത്. അതുമായിട്ട് മനസ്സിലാക്കുക, അവിടെ സുന്നി മുസ്ലിങ്ങൾ വലിയ പ്രശ്നമുണ്ടാക്കി പല ഭാഗത്ത് അവരുടെ ഉസ്താദുമാരും ആ സംഭവങ്ങൾ. കാരണം അവിടെ അത് റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ, അതായത് കൊസോവോ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ ആദ്യം പണം കൊടുത്ത സൗദി അറേബ്യയാണ്, പിന്നീട് പണം കൊടുത്ത ടർക്കിയാണ്. ടർക്കി ശരിക്കും അവരെ സഹായിച്ചു, കാരണം സുന്നി മുസ്ലിംസാണ്. ഇപ്പോഴവരെ സഹായിക്കുന്ന ഖത്തർ എന്ന് പറഞ്ഞ രാജ്യമാണ് സാമ്പത്തികമായിട്ട്. അവിടെ ഈ ഇസ്ലാമിക പൊളിഞ്ഞ പള്ളികളൊക്കെ പണിയാനും അവർക്ക് സാമ്പത്തിക സഹായമൊക്കെ. ഇപ്പം ഏറ്റവും തമാശയെന്ന് പറയുന്നത്, കൊസോവക്കാർ പറയുന്നത് അവർക്ക് ഇനി ഖത്തറിൻ്റെയും തുർക്കിയുടെയും സഹായം ആവശ്യമില്ല. അവർക്ക് ഇസ്ലാമായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല. അവർക്ക് പുതിയ ലോകത്ത് ക്രൈസ്തവനായിട്ട് ജീവിക്കാനാണ് അവർ താല്പര്യം. ഇത് ഞാൻ പറഞ്ഞതല്ല, അവരുടെ ആൾക്കാരെ പ്രത്യേകം ഓരോ ആൾക്കാരെ കോട്ട് ചെയ്ത് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ആ മാറ്റം എന്ന് പറയുന്നത് യൂറോപ്പിലുള്ള ഈ മാറ്റം വലിയ സംഭവമായി മാറി, വലിയൊരു വാർത്തയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവർ യൂറോപ്യൻ യൂണിയനിൽ ചേരുവാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് 5ഓളം രാജ്യങ്ങൾ, അതായത് യൂറോപ്യൻ യൂണിയനിലെ 5ഓളം രാജ്യങ്ങൾ ഇവരെ പൂർണ്ണമായിട്ട് എതിർത്തു. 1 സ്പെയിൻ, 2 ഗ്രീസ്, സൈപ്രസ്, പിന്നെ 2ഓളം രാജ്യങ്ങൾ. അപ്പോൾ ഈ രാജ്യങ്ങൾ ഇവരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ക്രൈസ്തവരെ അംഗീകരിക്കുകയും നിങ്ങൾ ഇത് ക്രിസ്ത്യാനിയായിട്ട് വരികയാണെങ്കിൽ മാത്രമേ ഞങ്ങളുടെ രാജ്യത്ത് ഷെങ്കൻ വിസ തന്ന് നിങ്ങൾക്ക് ജോലി തരാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു ഘടകം. കാരണം ഇവർക്ക് അവിടെ ഇപ്പോൾ വിസിറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഷെങ്കൻ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ സെർബിയക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റും. ഇപ്പോൾ സെർബിയൻ ഫുട്ബോൾ ടീമിനെ പറ്റി നിങ്ങൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കളിച്ചതാണ് അവർ. ഈ കൊസോവയിൽ നല്ലൊരു ഫുട്ബോൾ ടീമുണ്ട്. അതായത് പറയാൻ പോകുന്ന സംഭവം, നമ്മൾ ഈ കാണുന്നതല്ല ഈ ലോകത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയും വർഷം വാറുണ്ടായ ശേഷം അവിടെയുള്ള സുന്നി മുസ്ലിങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുക്കുന്നു. അതായത് നിങ്ങൾ മനസ്സിലാക്കട്ടെ, ആ റിപ്പോർട്ടിനകത്ത് വായിക്കുവാണെങ്കിൽ ഗ്രാമാന്തരങ്ങളിലോട്ട് കടന്നിട്ടാണ് ഈ ബാൽക്കൻ രാജ്യത്തിലെ മുസ്ലിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ആകുന്നത്. അവിടെ ഓരോ പള്ളികളിലും എല്ലാ ഞായറാഴ്ചയും 200-300 പേര് വെച്ചാണ് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യനായിട്ട് പോകുന്നത്. മനസ്സിലാക്കുക, ഇവരൊന്നും പറയുന്ന പോലെ കാത്തലിക്സ് ആയിട്ടോ ഓർത്തഡോക്സ് ആയിട്ടോ അല്ല പോകുന്നത്. അവിടെ ഉണ്ടായിരുന്ന ചർച്ചകളായിരുന്നു. ഇവരെ അവിടെയുള്ള സുന്നി മുസ്ലിങ്ങൾ ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് ചെയ്തു. അവിടെ ഇത് ഇല്ലാതായി മാറി. എന്നിട്ട് പിന്നെ 1% ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചർച്ചിലുള്ള ആ പ്രീസ്റ്റുകളൊക്കെ അവിടെ നിന്ന് വിട്ടങ്ങ് പോയി. ഇനി മറ്റൊരു സംഭവം ഉണ്ടായി, കൊസോവോ ചെയ്ത സംഭവം. അത് നമ്മൾ കേരളത്തിലുള്ള സുഡാപ്പികളെ മനസ്സിലാക്കുക. ഇവർ അവിടുന്ന് 2014 ISIS ജോയിൻ ചെയ്യാൻ വേണ്ടി ഏകദേശം 400-ൽ പരം ഭാര്യയും ഭർത്താവ് കപ്പിൾസ് എല്ലാം സിറിയയിൽ പോയി ISISന് വേണ്ടി. അവരിവിടുത്തെ തീരുമാനം അറിയും ഇപ്പോഴത്തെ, അവരെ ഇനി തിരിച്ച് രാജ്യത്ത് കയറ്റത്തില്ല. കാരണം അവർക്ക് അതേപോലെയുള്ള ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തവർ, അവർ മുസ്ലിങ്ങളുമല്ല, അവർ ഒരൊന്നുമല്ല, അവർ ഭീകരന്മാരാണെന്ന് ആ രാജ്യം തീരുമാനമെടുക്കുന്നു. അതായത് വന്നവരോടൊക്കെ പറഞ്ഞു, അവർ ക്രിസ്ത്യാനി ആയാൽ മാത്രമേ ആ രാജ്യത്ത് പ്രവേശിക്കൂ. അതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു ഡെവലപ്മെൻ്റാണ് നടക്കുന്നത്. ഇപ്പോൾ കൂട്ടിച്ചേർത്തെല്ലാം വായിക്കുവാണെങ്കിൽ മനസ്സിലാക്കുന്നത്, അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഈ അവരുടെ കൂട്ടത്തിൽ ആളുകളെ ചേർക്കുവാണെങ്കിൽ പോലും, അതായത് യൂറോപ്യൻ യൂണിയൻ ചേർക്കുവാണെങ്കിൽ പോലും, അവരുടെ ഫസ്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക രാജ്യത്തിലെ ആളുകളെ ഇനിയും ചേർക്കുകയാണെങ്കിൽ ആ യൂറോപ്പിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. അതുകൊണ്ട് അവർ ക്രൈസ്തവരായിരിക്കണം. ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രം അവർ ചെയ്യാം. പക്ഷേ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ
ഫോർമാലിറ്റി ആയിട്ട് ലോകത്തോട് പറയുന്നത് വേറെ കാര്യങ്ങളാണ്. അവിടുത്തെ ഭരണം ശരിയാകണം, കറപ്ഷൻ ശരിയാകണം, ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ശരിയായി, ഇതൊക്കെ പുറമേ പറയുന്നതാണ്. പക്ഷേ അതിനടുത്തുള്ള 5ഓളം രാജ്യങ്ങൾ, അതായത് ഗ്രീസ്, സൈപ്രസ്, സ്പെയിന്, ഈ പറയുന്ന 5ഓളം രാജ്യങ്ങൾ കൊടുത്തിരിക്കുന്ന വാണിംഗ് എന്ന് പറയുന്നത്, നിങ്ങൾ ക്രൈസ്തവ ഭൂരിപക്ഷമാണെങ്കിൽ മാത്രമേ യൂറോപ്യൻ യൂണിയനിൽ ഞങ്ങൾ നിങ്ങളെ ചേർക്കാൻ അനുവദിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം യൂറോപ്യൻ യൂണിയൻ ഉണ്ടായിരിക്കില്ല. പക്ഷേ കൊസോവോക്കാർക്ക് യൂറോപ്പുമായിട്ട് യൂറോപ്യൻ കൾച്ചറുമായിട്ട് ചേർന്ന് പോകാനാണ് താല്പര്യം. കാരണം ഈ 2024 ഇവർക്ക് വിസ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർ യൂറോപ്പ് രാജ്യങ്ങളൊക്കെ പോയി കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി എന്താണ് യൂറോപ്പ് എന്നും എന്താണ് രാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് എന്നും ലൈഫ് സ്റ്റൈൽ എന്താണെന്നും മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഇവർക്കൊരു ചേഞ്ചസ് ഉണ്ട്. ഉറപ്പായിട്ടും അത് അമേരിക്കൻ മിഷണറീസ് ഇവിടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താണ് ഈ വലിയൊരു മാറ്റം ഈ കൊസോവയിൽ ഉണ്ടായ. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കൊസോവയിൽ എന്ന് പറയുന്നത് വല്ലാത്ത രൂക്ഷമായ യുദ്ധം നടന്ന സ്ഥലമാണ്. ഈ 13,000 പേര് ഇത്രയും പേരോട് മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ഇൻ്റർനാഷണൽ ഏജൻസീസ് ഇതിൻ്റെ പല വാർത്തകൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്തൊരു കാര്യമേ ഉള്ളൂ, ഇത് മതം മാറുമോ മതം മാറാതിരിക്കുക, ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ രാജ്യങ്ങൾ സമാധാനമായിട്ട് പോകുന്നത് ഈ ലോകത്തിനും ഈ ജനങ്ങൾക്കും എപ്പോഴും നല്ലതായിരിക്കും. അതുകൊണ്ട് ഈ വാറെന്ന് പറയുന്നതിനെ എനിക്ക് പിന്തുണയ്ക്കാൻ സാധിക്കുന്നത്, ഈ ജാതീയ വാറാണെങ്കിൽ ഭീകരവാദിയും ഈ സംഭവങ്ങൾ. ലോകത്ത് സമാധാനം നിലനിൽക്കണം, എന്നാൽ മാത്രമേ മനുഷ്യന് സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതാണ് കൊസോവോ ലോകത്തിന് തരുന്ന ഏറ്റവും വലിയ അവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്.